ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതാ നോക്കുക, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇതൊന്നും അവഹേളനമായി തോന്നുന്നില്ല എന്നാണ് ഷാബു പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയോട്, രാഷ്ട്രപിതാവിനോട് ഒക്കെ കാണിച്ചിരിക്കുന്നത് ഏത് രീതിയിലുള്ള കാര്യമാണെന്നും ചരിത്രത്തെ എങ്ങനെയാണ് മാറ്റി നിശ്ചയിച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെയുമൊക്കെ ഉദാഹരണമായി വ്യക്തമായി കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയല്ലേ അത്? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? ഡോക്ടർ ലാൽ, ഇതിലൊരു പ്രശ്നമുള്ളത്, RSS എന്നാണ് മഹാത്മാഗാന്ധിയെ ചൊല്ലി അഭിമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ ആദരിച്ചിട്ടുള്ളത്? ഇത് ആദ്യമൊന്നും അല്ലല്ലോ അദ്ദേഹത്തെ അപമാനിക്കുന്നതും അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതും ഒക്കെ. ഈ ഹിന്ദു വിശ്വാസത്തിന്റെ പേരിലാണല്ലോ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചതും ഇതേ ഹിന്ദു തീവ്രവാദത്തിന്റെ പേരിലാണല്ലോ. RSS ഇപ്പോഴും പിന്തുടരുന്നത് അതേ തീവ്രവാദമാണ്. ഞങ്ങളല്ല നിറയൊഴിച്ചത്, RSSകാരനല്ല നാഥുറാം വിനായക് ഗോഡ്സെ എന്നൊക്കെ പറയാം. ആ വാദത്തിന് വേണ്ടി അദ്ദേഹം ഒരുപക്ഷെ RSS പുറത്താക്കിയ ആളാകാം, അല്ലെങ്കിൽ RSSൽ ആ സമയത്ത് RSSൽ പെട്ട ആളല്ലായിരിക്കാം, വേറെ ഏതെങ്കിലും ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ ഭാഗമായിരുന്നിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആശയം ഹിന്ദുത്വ തീവ്രവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ രക്തസാക്ഷിയാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ RSS എന്തെങ്കിലും മഹത്വവൽക്കരിക്കുമെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹമാണ് രാഷ്ട്രപിതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു ആദരവോ ബഹുമാനമോ അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ലേ പ്രശ്നം. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന കക്ഷി ഇപ്പൊ ഒരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് പോലെ ഇപ്പൊ RSSന്റെ 100ാം വാർഷികവും മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും ഈ ഗാന്ധി ജയന്തിയും ഏതാണ്ട് തലേന്നും പിറ്റേന്നുമായിട്ട് വന്നു. ആ 100ാം വാർഷികത്തിന്റെ അന്ന് അവര് 2 സ്റ്റാമ്പുകൾ പുറത്തിറക്കുന്നു. ആ സ്റ്റാമ്പിൽ ഒന്നില് നേരത്തെ ശ്രീ ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ അതിലൊന്നിൽ RSS പ്രവർത്തകർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. മറ്റൊന്ന് ഒരു നാണയവും പുറത്തിറക്കിയിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ സ്തുതിക്കാനോ പുകഴ്ത്താനോ ഒന്നും അല്ല. വാസ്തവത്തിൽ തങ്ങൾക്ക് പങ്കില്ലാത്ത, തങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്യാത്ത, തങ്ങൾ മാറി നിന്ന് കാഴ്ചക്കാരായി മാത്രം നിന്ന, ഇടയ്ക്കെങ്കിലും പല ഘട്ടത്തിലും ഒറ്റിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കാനോ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ താഴ്ത്തിക്കെട്ടാനോ, അതിന്റെ ശക്തി തീവ്രത നഷ്ടപ്പെടുത്താനോ കുറയ്ക്കാനോ ഒക്കെ ശ്രമിച്ച ഒരു സംഘടന ഇപ്പോ അന്ന് ചെയ്തു പോയത് ഒരു അപരാധമാണെന്നും, അത് പിൽക്കാലത്ത് ഇന്നിപ്പോ ഈ അധികാരത്തിലിരിക്കുമ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതായിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്രെഡിറ്റ് ഈ പറഞ്ഞ ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധിയിൽ നിന്നോ, പട്ടേലിൽ നിന്നോ, ജവഹർലാൽ നെഹ്റുവിൽ നിന്നോ, അല്ലെങ്കിൽ അസംഖ്യം വരുന്ന അക്കാലത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നോ, അന്ന് കോൺഗ്രസുമായി ചേർന്ന് നിന്ന് ആ സമരമുഖത്ത് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റുകാരും ഒരു ഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ ആയിട്ട് വിട്ടുനിന്നു. ആ റഷ്യൻ അന്നത്തെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ആ ഒരു നിലപാട് മാറ്റത്തിൽ റഷ്യയോടൊപ്പം നിന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ റഷ്യൻ നിലപാട് ശരിയെന്നുള്ള പേരിൽ ബ്രിട്ടനുമായിട്ട് ആ ഒരു പ്രത്യേക ഘട്ടത്തിലെങ്കിലും സ്വാതന്ത്ര്യ സമരമായിട്ട് മാറി നിന്ന ഒരു ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധിയെ വേറെ ചില പേരുകളൊക്കെ വിളിച്ച് സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കി എന്നൊക്കെ വിളിച്ച ചരിത്രമൊക്കെ ഇല്ല, അതും മറന്നു പോകരുത്. അങ്ങനെയും ചില സംഭവമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അത് യഥാർത്ഥ സ്വാതന്ത്ര്യം അല്ല, സ്വാതന്ത്ര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി വേണം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൂടി വേണം എന്നൊക്കെ പറഞ്ഞ് ആ സ്വാതന്ത്ര്യ ലബ്ധിയുടെ ദിവസങ്ങളിൽ അതിനെ അംഗീകരിക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിച്ച് ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ സായുധ സമരം വേണമെന്ന രണദിവ തീസിസ് ഒക്കെ അവതരിപ്പിച്ചതും ഡോക്ടർ ലാലെ അങ്ങനെ മറന്നു പോകാൻ ശ്രീ പറ്റും. ജോർജ് പൊടിപ്പാറ, ആ കാര്യത്തിൽ ഞാൻ അത് ശ്രീ പി ജയരാജൻ മറുപടി പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ എനിക്ക് താങ്കളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ RSSന്റെ ചരിത്രപരമായ നിലപാടുകൾക്കെതിരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ച ആർജവം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഒരു പ്രസ്താവനയിൽ ഒഴുക്കിക്കളയേണ്ട ഒരു സാഹചര്യമായിരുന്നോ ഉണ്ടായിരുന്നത്? രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ ഒന്നും ഈ പിണറായി വിജയൻ പോലും, അല്ലെങ്കിൽ ശ്രീ MA ബേബി ഒക്കെ ഇന്ന് അവരുടെയൊക്കെ ട്വിറ്ററിലൊക്കെ ഇന്ന് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 2 വാക്ക് പറയാൻ പോലും പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണഗതിയിൽ 2 രീതിയിൽ ഒരു പ്രശ്നത്തെ സമീപിക്കും. ഒന്ന്, ഏതെങ്കിലും രീതിയിൽ പറഞ്ഞാൽ തിരുത്തുകയോ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുകയോ ചരിത്ര സത്യങ്ങളോട് നീതി പുലർത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയോടാണ്, അല്ലെങ്കിൽ ഒരു സർക്കാരിനോടാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. ഇത് 101 ആവർത്തിച്ചിട്ടുള്ള നുണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു, ഹെഡ്ഗേവാറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗോൾവാൾക്കറും ഒക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു,
എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന അത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് ഇന്ത്യ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ അവർ അവകാശപ്പെടുന്നത് നേരെ മറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്ര പുസ്തകത്തിൽ അതുണ്ട്, അതുകൊണ്ട് അത് വിമർശിക്കേണ്ടതോ അത് പ്രതിഷേധിക്കേണ്ടതോ അല്ല എന്ന് കോൺഗ്രസ് കാണുന്നതാണോ? അതുകൊണ്ടാണോ ഇങ്ങനെ പ്രതികരിക്കാത്തത്? അങ്ങനെ അല്ല ഡോക്ടർ, അല്ല ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഇതിനു മുമ്പും ഈ കാര്യങ്ങളിൽ RSSന്റെ നിലപാടുകളെ എന്നു മുതലേ എതിർത്ത് തുടങ്ങിയതാണ്. ഒരു ഘട്ടത്തിൽ RSSന്റെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണല്ലോ RSS 1940 ആ കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ടത്. ഇപ്പോ ഷാബു പ്രസാദിന്റെ സുഹൃത്ത് ചോദിക്കുന്നു എന്തിനാണ് പിന്നെ ആ നിരോധനം പിൻവലിച്ചത് എന്നുള്ള ചോദ്യമാണല്ലോ അദ്ദേഹം ഉയർത്തിയത്. അങ്ങനെ ഒരു രാജ്യവിരുദ്ധ സംഘടനയാണെങ്കിൽ നിങ്ങൾക്ക് ആ നിരോധനം അങ്ങ് നീട്ടിക്കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നൊക്കെയാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നില്ല. എല്ലാ സംഘടനകളെ എല്ലാ കാലത്തും നിരോധിക്കുന്ന, ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, അതില്ലാതാക്കുന്ന ഒരു സമീപനമല്ല കോൺഗ്രസ് ചെയ്തിരുന്നത്. അത് നിങ്ങളുടെ സമീപനമാണ്. ഇപ്പോഴത്തെ BJP സർക്കാരിന്റെ ഒക്കെ സമീപനമാണ്. ജനാധിപത്യം ഞങ്ങൾ ശരി, അതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ കോൺഗ്രസ് നിരോധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസ് അങ്ങനെ തുടർന്നോട്ടെ, കോൺഗ്രസ് പ്രതിഷേധിക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ എന്ന് കേന്ദ്ര സർക്കാരിനും തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലാല് ഈ പിണറായി വിജയൻ അതിനെ അപലപിച്ചു, അല്ലെങ്കിൽ MA ബേബി അതിനെ അപലപിച്ചു എന്ന പേരില് കോൺഗ്രസ്സുകാർ അതേ നാണയത്തിൽ ആ തീവ്രതയിൽ അപലപിച്ചില്ല എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഇവരെ അപലപിച്ചിട്ടോ ഇവരോട് പ്രതിഷേധിച്ചിട്ടോ ഇവരുടെ ജാതിയാലുള്ള സ്വഭാവം തുത്താ പോവില്ല എന്ന് പറഞ്ഞ പോലെ ഇവരൊരിക്കലും ആ കാര്യം അത് വളരെ കൗതുകമായിട്ട് തോന്നുന്നുണ്ട്.